കോട്ടയം പുഷ്പനാഥിന്റെ ഡെഡ്ലി ഹാർട്ട് അധ്യായം 9. അവൾ തെരുവിൽ കൂടി നടന്നു. ഒരു ടാക്സി അയാളുടെ അടുത്തെത്തി ചേർന്ന് നിന്നു. കയറൂ. ടാക്സിക്കുള്ളിൽ നിന്ന് ഒരു പുരുഷ സ്വരം. യാതൊരു മടിയും പ്രകടിപ്പിക്കാതെ അവൾ ഉള്ളിൽ കടന്നിരുന്നു. കാർ ചീറിപ്പാഞ്ഞ് മുന്നോട്ടു പോയി. നീ വളരെ ബുദ്ധിമതിയാണ്. ഞാൻ രക്ഷപ്പെടുവാൻ ശ്രമിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് പത്രത്തിൽ എന്റെ ചിത്രം വരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അത് നുണയാണ്. നിന്റെ ചിത്രം വന്നിട്ടില്ല. പക്ഷേ അപ്രധാനമായ രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നു. നിന്നെ ഒരിക്കലും സംശയിക്കുകയില്ല. അയാൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. എന്നെ രക്ഷിക്കാമെന്നാണല്ലോ അയാൾ ഏറ്റത്. എങ്ങനെ രക്ഷിക്കാമെന്ന്? ഈ കേസിൽ നിന്ന്. അതുകൊള്ളാം. നിനക്കെന്ന് മാത്രമല്ല, ഇതോട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കും രക്ഷപ്പെടുവാൻ കഴിയില്ല. ഇതിന്റെ ചിത്രങ്ങൾ ഉണ്ട്. നീ അത് കാണുകയില്ല. എവിടെ? എന്റെ ബ്രീഫ് കേസിലുണ്ട്. ഈ കേസിൽ നിങ്ങൾക്കുള്ള ബന്ധം എന്താണ്? അതറിഞ്ഞുകൂടെ? നമുക്കാർക്കും ഇതിന്റെ കേന്ദ്രസ്ഥാനം അറിഞ്ഞുകൂടാ. പറയുന്നത് അനുസരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, കിട്ടുന്നത് വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണോ പറയുന്നത്? പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ഇതിന്റെ സൂത്രധാരകരെ മാത്രം എനിക്ക് പിടിയില്ല. പെട്ടെന്ന് കാർ നിന്നു. എന്തുപറ്റി? അയാൾ ചോദിച്ചു. അറിഞ്ഞുകൂടാ. നോക്കട്ടെ. ഡ്രൈവർ കാറിൽ നിന്നിറങ്ങി. ഹോ, ഇതൊരു ശല്യമായല്ലോ. എന്തു ചെയ്യും? ഇപ്പോൾ തന്നെ ശരിയാക്കാം. അയാൾ ബോണറ്റ് ഉയർത്തുവെച്ചു. പെട്രോൾ തീർന്നിരിക്കുന്നു. അയാൾ നിരാശയോടെ പറഞ്ഞു. സാരമില്ല, ഏതെങ്കിലും വണ്ടി വരും. അയാൾ പ്രതീക്ഷയോടെ നോക്കി നിന്നു. അധിക സമയം അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാർ വരുന്നത് കണ്ട് ഡ്രൈവർ കൈ കാണിച്ചു. റോഡിന്റെ ഓരം ചേർന്ന് കാർ നിന്നു. ഡ്രൈവർ ആ കാറിന്റെ അടുത്തു പോയ ശേഷം തിരികെ വന്നു. പെട്രോൾ ഇല്ലത്രേ. ഒരു കാര്യം ചെയ്യൂ. അതിലെ മറ്റാരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ടൂറിസ്റ്റ് ടാക്സിയാണ്. ഡ്രൈവർ നല്ല ആളാണ്. അതിൽ കയറി പോകുന്നതാണ് നല്ലത്. അയാൾ നിരാശയോടെ പറഞ്ഞു. ഈ രാത്രിയിൽ ഞാൻ അയാളെ എങ്ങനെ വിശ്വസിക്കും? അവൾ പറഞ്ഞു. ഇനി എന്താണ് ചെയ്യുക? ഞാൻ ഒന്നുകൂടി അയാളുടെ അടുത്തു പോയി വരാം. ഡ്രൈവർ വീണ്ടും നടന്നു. അല്പസമയം കഴിഞ്ഞ് അയാൾ തിരികെ വന്നു. ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് പോകേണ്ടിടത്ത് തന്നെ ഇറങ്ങാം. എനിക്ക് പരിചയമുള്ള ആളാണ്. അതിന് നിങ്ങളെ എനിക്ക് പരിചയമില്ലല്ലോ. എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടുവോ? ഇല്ല. എല്ലാവരും ഒരുപോലെയല്ലല്ലോ. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. ടാക്സി ഡ്രൈവർമാരിൽ ആരെങ്കിലും ഒരാൾ മോശക്കാരനാണെങ്കിൽ എല്ലാവരെയും ആ കൂട്ടത്തിൽ കൂട്ടിയാൽ ശരിയാകുമോ? അയാൾ ചോദിച്ചു. അത് ശരിയാണ്. അവൾ മന്ത്രിച്ചു. ശരി, ഞാൻ സമ്മതിച്ചു. നിങ്ങൾക്കിവിടം വരെ വന്നതിനുള്ള ചാർജ് വേണ്ട. കുഴപ്പം എന്റേതാണല്ലോ. അയാൾ ബോണറ്റ് അടച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മുന്നോട്ട് നടന്നു. കാറിന്റെ പിൻഡോർ തുറന്നു. അതിനുള്ളിൽ ഒന്ന് നോക്കിയ ശേഷം കയറിയിരുന്നു. കാർ സ്റ്റാർട്ടായി. മുന്നോട്ടത് പാഞ്ഞു. നിങ്ങൾക്കെങ്ങോട്ടാണ് പോകേണ്ടത്? ഡ്രൈവർ തിരക്കി. അവൾ തനിക്കു പരിചയമുള്ള ഹോട്ടലിന്റെ പേരു പറഞ്ഞു. ഡ്രൈവർ കാറിന്റെ വേഗത കൂട്ടി. അവൾ ഇരുവശവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തനിക്ക് പരിചയമുള്ള വഴി തന്നെയാണ്. ഡ്രൈവർ സത്യസന്ധനാണെന്ന് തോന്നുന്നു. അവളുടെ ഉള്ളു മന്ത്രിച്ചു. കാർ ഹോട്ടലിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിൽ പ്രവേശിച്ചു. അത് വലതുവശത്തേക്ക് തിരിഞ്ഞു. പടർന്നു വളഞ്ഞു നിന്നിരുന്ന ബൊഗെയ്ൻവില്ലയുടെ ഇടയിലൂടെ കാർ നീങ്ങി. പോർച്ചിലിടാതെ കാർ പോകുന്നതെന്താണെന്ന് അവൾ അത്ഭുതപ്പെട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ കാർ നിന്നു. പിന്നിൽ നിന്നും ഒരു ഷട്ടർ വീഴുന്ന ശബ്ദം അവൾ കേട്ടു. എന്തോ അപകടം തനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവൾക്ക് സംശയം ജനിച്ചു. കാർ ഏതോ മുറിക്കുള്ളിലാണ് നിൽക്കുന്നത്. അത് പിന്നിൽ നിന്നും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്തതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ഉത്കണ്ഠയോടെ അവൾ നിന്നു. ഈ സമയം ഇരുണ്ട ആ മുറിക്കുള്ളിൽ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. മുൻവശത്ത് ഒരു വാതിൽ തുറക്കപ്പെട്ടു. ആയുധധാരികളായ 2 പേർ വാതിൽക്കൽ നിൽക്കുന്നത് അവൾ കണ്ടു. ഡാലിയ! ഒരു ശബ്ദം അവിടെ മുഴങ്ങി. അവൾ അനങ്ങിയില്ല. കടന്നുവരൂ. ശബ്ദം തുടർന്നു. അവൾ ആയുധധാരികൾക്കിടയിലൂടെ അകത്ത് കടന്നു. സാമാന്യം വലിപ്പമുള്ള ഒരു ഹാളിലേക്കാണ് അവൾ കടന്നു ചെന്നത്. അവൾ അതിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞയുടൻ തന്നെ പിന്നിലുള്ള വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഡാലിയ! വീണ്ടും അവിടെ ശബ്ദം മുഴങ്ങി. അത് തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരു പരുക്കൻ സ്വരമായിരുന്നു. അതിന്റെ ഉടമ ആരെന്ന് അവൾക്ക് മനസ്സിലായില്ല. അടുത്ത നിമിഷം അന്ധകാരം നിറഞ്ഞ ആ മുറിയിൽ അവളുടെ മുഖത്ത് മാത്രം വീഴത്തക്ക വിധം ഒരു സ്പോട്ട്ലൈറ്റ് പ്രകാശിച്ചു. അതോടൊപ്പം ആ മുറിക്കുള്ളിൽ ഒരു ടെലിവിഷൻ പ്രവർത്തിക്കുകയും ചെയ്തു.
അതിന്റെ സ്ക്രീനിൽ അവ്യക്തമായൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അതൊരു നിഴൽ മാത്രമായിരുന്നു. ഡാലിയ, നിന്നെ എനിക്ക് കാണാം. ടെലിവിഷനിൽ ശബ്ദമുയർന്നു. നാം തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നീ ഇതുവരെ എവിടെയായിരുന്നു? നിനക്ക് ലഭിക്കുവാനുള്ള പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞില്ലേ? ചോദ്യം. അവൾ നിശബ്ദയായി നിന്നതേയുള്ളൂ. ഇനി നിന്റെ ജോലി അവസാനിച്ചിരിക്കുന്നുവെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ നിയമപ്രകാരം ഇപ്പോൾ നീ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. നിനക്ക് പകരം ആരെയോ അവർ പിടിച്ചിട്ടുണ്ട്. ഒരു വിധത്തിൽ അതെനിക്കൊരു ഉപകാരമാണ്. പോലീസ് ഡാലിയായെ അറസ്റ്റ് ചെയ്യുകയും നീ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. ആ നിലയ്ക്ക് ജയിലിൽ കഴിയുന്ന ഡാലിയ ജീവിച്ചിരുന്നാൽ പോരെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ജയം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവ്യക്തമായ അർത്ഥമുള്ള ഭാഷ. ആചാര, ഒരു ശബ്ദം. വേണ്ടതറിയാമല്ലോ. അവൾക്ക് യാതൊന്നും മനസ്സിലായില്ല. പോരൂ, അവളുടെ പിന്നിൽ നിന്ന ആൾ മന്ത്രിച്ചു. അധ്യായം 10. ആ കാർ നഗരത്തിൽ നിന്ന് തെക്കോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. അവൾ കാറിന്റെ പിൻസീറ്റിലാണ് ഇരുന്നിരുന്നത്. അവൾക്ക് ഇരുവശത്തുമായി 2 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ യാതൊന്നും സംസാരിക്കാതെ ഇരിക്കുകയാണ്. പരസ്പരം യാതൊന്നും ഉരിയാടുന്നില്ല. പെട്ടെന്ന് കാർ നിന്നു. മുൻവശത്ത് ഒരു പഴയ വാൻ കിടക്കുന്നു. അത് ഉപയോഗശൂന്യമായ ഒന്നാണെന്നാണ് തോന്നുന്നത്. ഇതെന്താണിങ്ങനെ? ഡ്രൈവർ സ്വയം മന്ത്രിച്ചു. അതിന് മറുപടി പിന്നിലിരുന്ന ആളുകൾ പറഞ്ഞില്ല. അതെന്താണെന്ന് നോക്കൂ, ഡ്രൈവർ പറഞ്ഞു. പിന്നിൽ അവൾക്ക് ഇരുവശവും ഇരുന്നവർ അതനുസരിച്ച് പുറത്തേക്കിറങ്ങി. അവൾ തനിച്ചായി. ആ കാറിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ കൊള്ളാമെന്ന് അവൾക്ക് തോന്നി. പക്ഷെ എങ്ങോട്ടാണ് പോകേണ്ടത്? അപരിചിതമായ സ്ഥലം. ആയുധധാരികൾ പുറത്തേക്കു പോയി. ഈ സമയം ഡ്രൈവർ അതിവേഗതയിൽ കാർ മുന്നോട്ടോടിച്ചു. മുൻവശത്ത് കേടുപിടിച്ച നിലയിൽ കിടന്നിരുന്ന ആ വാനിനെയും തുളച്ചുകൊണ്ട് കാർ അപ്പുറം കടന്നു. ആ കാർ ഒരു ലോഹവുമായി കൂട്ടി ഉരയുന്ന യാതൊരുവിധ ശബ്ദവും അവൾ കേട്ടില്ല. കാറിന്റെ മുൻവശത്തെ ചില്ലുകൾക്ക് പോലും യാതൊരു കേടും സംഭവിച്ചില്ല. അത്ഭുതം, അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. ഈ സമയം കാറിന്റെ പിന്നിൽ നിന്നും വളരെ അകലെയായി വെടിപൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങോട്ടാണ്? അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു. അവിടെ ഇരിക്കൂ, അനങ്ങിപ്പോകരുത്. കാറിൽ നിന്നും ചാടാൻ ശ്രമിക്കരുത്. 60 കിലോമീറ്റർ വേഗതയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവറുടെ കനത്ത സ്വരം അവൾ കേട്ടു. ഇരുവശവും ഇലകളില്ലാത്ത വൃക്ഷങ്ങൾ നിൽക്കുന്നത് അവൾ കണ്ടു. അല്പസമയം കൂടി കാർ ഓടിക്കഴിഞ്ഞപ്പോൾ മുന്നിൽ ഇടതുവശത്തായി മറ്റൊരു കാർ കിടക്കുന്നത് അവൾ കണ്ടു. അവൾ സഞ്ചരിച്ചിരുന്ന കാർ ആ വാഹനത്തിന്റെ അടുത്തായി പോയി നിന്നു. അതിനുള്ളിൽ ആരും തന്നെ ഉള്ളതായി തോന്നിയില്ല. അവൾ സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ കാറിൽ നിന്നും ഇറങ്ങി മുൻവശത്ത് കിടന്നിരുന്ന കാറിന്റെ അടുത്തേക്ക് നീങ്ങി. ഇരുളിൽ നടന്നു പോകുന്ന ആളെ അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. അയാൾ തിരികെ നടന്നു വരുന്നത് അവൾ നോക്കിയിരുന്നു. ഈ സമയം നിലാവ് മേഘങ്ങളുടെ പിടിയിൽ നിന്നും മുക്തമായി. അത് ഒരനുഗ്രഹമായി അവൾക്ക് തോന്നി. അയാൾ തിരിഞ്ഞു. പെട്ടെന്ന് അവളുടെ മുഖത്ത് നിരാശ പരന്നു. ആ മനുഷ്യൻ ഒരു തൂവാല കൊണ്ട് മുഖം മറച്ചിരുന്നു. ഇങ്ങു വരൂ, അയാൾ അവളോട് ആജ്ഞാപിച്ചു. അവൾക്ക് അനുസരിക്കാതെ നിവർത്തിയില്ലായിരുന്നു. അവൾ ഡോർ തുറന്ന് പുറത്തു വന്നു. ആ കാറിൽ കയറൂ, അയാൾ ആജ്ഞാപിച്ചു. അവൾ മടി കാണിച്ചില്ല. അയാൾ പറഞ്ഞതുപോലെ അവൾ നടന്ന് കാറിനുള്ളിൽ കയറി. അയാൾ തിരികെ വന്നു. അപ്പോൾ യാത്ര ചെയ്തിരുന്ന കാറിന്റെ മുൻവശത്തുള്ള 2 ടയറുകൾ വെടിവെച്ച് തകർത്തു. മുൻസീറ്റിൽ ഇരിക്കൂ, പിൻസീറ്റിൽ കയറി അവളോട് അയാൾ ആവശ്യപ്പെട്ടു. അവൾ കയറിയിരുന്നു. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു. വലതുവശത്തേക്ക് തിരിച്ച് നടു റോഡിൽ കാർ എത്തി. ഗിയർ മാറ്റി ആക്സിലേറ്ററിൽ കാലമർത്തിയപ്പോൾ പിന്നിൽ നിന്നും ഒരു കാറിന്റെ ലൈറ്റ് ഡ്രൈവർ കണ്ടു. അയാൾ കാറിന്റെ വേഗത കൂട്ടി. പിന്നിലുള്ള കാർ ചീറിപ്പാഞ്ഞു വരികയായിരുന്നു. അത് ഏത് നിമിഷവും അടുത്തെത്താവുന്ന തരത്തിലുള്ള ഒരു ബുള്ളറ്റ് പോലെയാണ് വന്നുകൊണ്ടിരുന്നത്. നാശമായല്ലോ, അയാൾ പിറുപിറുത്തു. ഇരുവശങ്ങളിലുമുള്ള വൃക്ഷങ്ങൾ ഇരുണ്ട ചിത്രങ്ങൾ പോലെ പിന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു. അയാൾ ഡ്രൈവിംഗിൽ ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ തോന്നി. പോലീസ് ആണെന്ന് തോന്നുന്നു. അയാൾ ഇടയ്ക്ക് അവൾ കേൾക്കെ പറഞ്ഞു. അയ്യോ, വേഗം വിടൂ, അവൾ അക്ഷമയോടെ വിളിച്ചു പറഞ്ഞു. പിന്നിലുള്ള കാർ ദൃഷ്ടിപഥത്തിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ സ്റ്റിയറിംഗ് ഇടതുവശത്തേക്ക് തിരിക്കുകയും പെട്ടെന്ന് വലതുവശത്തേക്ക് തിരിക്കുകയും ചെയ്തു. അതൊരു മാന്ത്രിക ചലനമായിരുന്നു. സീൽക്കാരത്തോടെ കാർ അവർ വന്ന വഴിക്ക് തിരിഞ്ഞു. അയാൾ കാറിന്റെ വേഗത അല്പം കുറച്ചു.
അതാ വരുന്നു. അവൾ മുന്നോട്ട് നോക്കി പറഞ്ഞു. സാരമില്ല. അയാൾ വലതു കൈകൊണ്ട് കാറിന്റെ സ്വിച്ച് ബോർഡിന് താഴെയുള്ള ഒരു ലിവറിൽ പിടിച്ചു വലിച്ചു. ഞൊടിയിടയിൽ കാറിന്റെ മുൻവശത്ത് വലതുവശത്തുള്ള വീലിന്റെ നടുഭാഗത്തു നിന്നും തിളങ്ങുന്ന ഒരു കമ്പി അതിവേഗതയോടെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്പ്രിങ് പോലെ പുറത്തേക്ക് ചാടി വന്നു. അടുത്ത നിമിഷം മുന്നിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന കാർ അടുത്തെത്തുകയും ടയർ വെടിതീരുന്ന ശബ്ദം കേട്ടതും ഒപ്പമായിരുന്നു. അയാൾ അതേ ലിവറിൽ പിടിച്ചുയർത്തി ആ പ്രത്യേക ആയുധം അകത്തേക്ക് വലിക്കുകയും ചെയ്തു. ആ കാർ റോഡിൽ തലകീഴായി മറിഞ്ഞു വീഴുന്നത് അവൾ കണ്ടു. പിന്നീട് അയാൾ കാറിന്റെ വേഗത കുറച്ചു. ഇനി പോലീസ് നമ്മെ പിടിക്കുകയില്ല, അയാൾ ശാന്തതയോടെ പറഞ്ഞു. അല്പദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ അയാൾ കാർ വലതുവശത്തുള്ള അപ്രധാനമായ വഴിയിലേക്ക് വിട്ടു. 15 കിലോമീറ്റർ കാർ ഓടി. അതിനുശേഷം ഒരു കൂറ്റൻ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള ഗേറ്റിൽ വണ്ടി നിന്നു. ഗേറ്റ് തുറക്കപ്പെട്ടു. കാർ അകത്തേക്ക് കടന്നു. ആ പുരയിടത്തിന്റെ കോണിൽ കൂടി കാർ ഓടി ഒരു വലിയ കെട്ടിടത്തിന്റെ പോർച്ചിൽ നിന്നു. ഇറങ്ങി വരൂ, അയാൾ അവളെ ക്ഷണിച്ചു. അവൾ കാറിൽ നിന്നിറങ്ങി. അവൾ മുന്നിൽ നടന്നു. ആ വലിയ കെട്ടിടത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അവർ അകത്തു കയറി. ആദ്യം കയറിയ ഹാളിൽ നിന്നും തന്നെ മുകളിലേക്ക് ഗോവണി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞതനുസരിച്ച് അവൾ ഗോവണിപ്പടി ചവിട്ടി മുകളിലെത്തി. വലതുവശത്തേക്ക്. അയാൾ പിന്നിൽ നിന്നും പറഞ്ഞു. ആ കെട്ടിടത്തിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. അയാൾ പിന്നിൽ നിന്നും തെളിച്ചു കൊടുത്ത ഒരു പെൻടോർച്ചിന്റെ പ്രകാശത്തിലായിരുന്നു അവൾ നടന്നത്. ആ പ്രകാശം 1 സെന്റിമീറ്റർ വ്യാസത്തിലുള്ള ഒരു പ്രകാശവൃത്തം മാത്രമായിരുന്നു. അവിടെ ഇരിക്കൂ, അവൾക്ക് അപരിചിതമായ ഒരു സ്വരം അവിടെ പുറപ്പെട്ടു. ആ സമയം മുറിക്കുള്ളിൽ അവ്യക്തമായ ഒരു വെളിച്ചം പരക്കുകയും ചെയ്തു. അവൾ മുന്നോട്ട് നോക്കി. തന്റെ മുന്നിൽ ഒരു പീഠത്തിലിരിക്കുന്ന ആ മനുഷ്യനെ കണ്ട് അവൾ ഞെട്ടി. താൻ ഏതു നിമിഷവും അബോധാവസ്ഥയിലേക്ക് വഴുതി വീണ് താഴേക്ക് പതിക്കുമോ എന്നുവരെ അവൾക്ക് തോന്നി. അധ്യായം 11. അവൾ പഴക്കം ചെന്ന ആ കസേരയിലിരുന്നു. നീ എത്തേണ്ട ഇടത്തു തന്നെയാണ് എത്തിയിരിക്കുന്നത്. നീ രക്ഷപ്പെട്ടുവെന്ന് കരുതിയില്ലേ? തന്റെ മുന്നിലിരുന്ന മനുഷ്യരൂപം ചോദിച്ചു. പീഠത്തിലിരുന്ന മനുഷ്യന് 50-ലധികം പ്രായം തോന്നിക്കുമായിരുന്നു. അയാളുടെ മുടികളും താടിരോമങ്ങളും നീണ്ടിരുന്നു. ഒരു കാവി വസ്ത്രമാണ് അയാൾ ധരിച്ചിരുന്നത്. എന്റെ പേര് നിനക്ക് ഓർമ്മയുണ്ടോ? ആ മനുഷ്യൻ ചോദിച്ചു. കാഴ്ചയിൽ അയാൾ ഒരു യോഗിയെ പോലെയിരുന്നു. കാവി വസ്ത്രത്തിന് പുറത്ത് കാണാമായിരുന്ന അയാളുടെ ശരീരഭാഗങ്ങൾ ഉറച്ച മാംസപേശികളോട് കൂടിയതായിരുന്നു. അവൾ മൗനമായിരുന്നു. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഘനഗംഭീരമായ ആ സ്വരം ഒരു സ്പീക്കറിൽ കൂടിയാണ് അവിടെ മുഴങ്ങിയത്. ഉണ്ട്, അവൾ സാവധാനം പറഞ്ഞു. എവിടെ വെച്ചാണ് നീ കണ്ടത്? നിനക്ക് ഓർമ്മശക്തി ഉണ്ടോ എന്ന് പരീക്ഷിക്കണം. ഇതുപോലെ ഒരു സ്ഥലത്ത് വെച്ച്. എത്ര സമയം നീ എന്നെ കണ്ടു? 15 മിനിറ്റ് സമയത്തോളം. കൊള്ളാം, നീ മിടുക്കിയാണ്. അന്നു ഞാൻ പറഞ്ഞ കാര്യം നീ വളരെ ഭംഗിയായി നിറവേറ്റിയതിൽ നാം സന്തോഷിക്കുന്നു. ഇനി ചില കാര്യങ്ങൾ കൂടി എനിക്കറിയേണ്ടതുണ്ട്. ആ ശബ്ദം അവിടെ മുഴങ്ങി. അവൾ നിശബ്ദയായി കേട്ടിരുന്നതേയുള്ളൂ. ഞാൻ നിർദ്ദേശിച്ചിരുന്നത് പോലെ തന്നെ അയാൾ നിന്നെ തക്ക സമയത്തു തന്നെ അവിടെ എത്തിച്ചുവല്ലേ? അയാൾ ചോദിച്ചു. ഉവ്വ്. പിന്നെ എനിക്കൊരു സംശയം അവശേഷിക്കുന്നു. അതിനാണ് നിന്നെ ഞാൻ ഇവിടെ വരുത്തിയത്. എന്താണ്? എന്നെക്കുറിച്ച് അയാൾ വ്യക്തമായി പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞു. അതെവിടെ വെച്ചാണ്? ഹോട്ടലിൽ വെച്ച്. അയാളുമായി നീ ഹോട്ടലിൽ ഒരു രാത്രി താമസിച്ചു അല്ലേ? ഉവ്വ്. അതെന്തിനായിരുന്നു? അയാൾ നിർബന്ധിച്ചു. അത് 2ാമത്തെ സംഭവത്തിന് ശേഷമായിരുന്നു അല്ലേ? അതെ. അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അറിഞ്ഞുകൂടാ. അയാളെ പോലീസ് പിടിച്ചത് നീ അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അയാളെ പോലീസ് പിടിച്ചു. അയാളിൽ നിന്നും എല്ലാ വിവരങ്ങളും പോലീസ് അറിഞ്ഞു. അത് പോട്ടെ, സാരമില്ല. നിന്നെ പോലീസ് പിടിച്ചില്ലല്ലോ? ഇല്ല. 2ാമത്തെ തവണ നീ ബ്രീഫ് കേസ് ഏൽപ്പിച്ചത് ആരെയായിരുന്നു? ദിനേശ് ലാലിനെ. ദിനേശ് ലാൽ ഇപ്പോൾ എവിടെയാണ്? ഹോട്ടലിൽ. അവിടെ എന്ത് ചെയ്യുന്നു? ആ പഴയ ജോലി തന്നെ. ഇടയ്ക്ക് ജോലി മാറണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. നീ കാണുമ്പോൾ ഏതു ജോലിയിലായിരുന്നു? സ്റ്റുവാർഡ് ദിനേശ് ലാൽ. മിടുക്കൻ. ഇനി നിനക്ക് പോകാം. ഇവളെ സുരക്ഷിതമായ സ്ഥാനത്താക്കണം, ആ മനുഷ്യൻ കൽപ്പിച്ചു. ഡ്രൈവർ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി. രാത്രി മണി 12 കഴിഞ്ഞിരുന്നു. നീ 203-ാം നമ്പർ മുറിയിൽ പൊയ്ക്കൊള്ളൂ. നിനക്ക് അവിടെയാണ് ഇന്നു കഴിയേണ്ടത്. ഈ കാർഡ് റിസപ്ഷനിസ്റ്റിനെ കാണിക്കുക. അവൾ ഇറങ്ങിയ ഉടൻ തന്നെ ഡ്രൈവർ കാർ വിട്ടുപോയി.
അവൾ കാറിൽ നിന്നിറങ്ങി. കൗണ്ടറിൽ അവൾ കാർഡ് കാണിച്ചു. മണി 12:30. ഡാലിയയുടെ മുറിക്കുള്ളിൽ ബെൽ ശബ്ദിച്ചു. അവൾ വാതിൽ തുറക്കുവാൻ മടിച്ചു. ടെലിഫോണിലേക്ക് അവൾ ദൃഷ്ടി പതിപ്പിച്ചു. അവൾ റിസീവർ എടുത്ത് റിസപ്ഷനിസ്റ്റിനെ വിളിച്ചു. തന്നെ ഒരു മനുഷ്യൻ അന്വേഷിക്കുന്നതായി അറിയിച്ചു. അവൾക്കു വേണ്ടി ആ രാത്രിയിൽ മുറിയെടുത്തിരിക്കുന്ന ആൾ തന്നെയാണെന്ന് അവൾക്ക് മറുപടി ലഭിച്ചു. അവൾ വാതിൽ തുറന്നു. ഓഹോ, താങ്കളാണോ? വാതിൽ തുറന്ന ഉടനെ അവൾ ചോദിച്ചു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് അകത്തു കടന്നു. നിങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്. താങ്കളുമായി പരിചയപ്പെട്ടതു മുതൽ ഞാനൊരു രക്ഷാസങ്കേതത്തിലാണ്. അവൾ വാതിൽ ചാരി തഴുതിട്ടുകൊണ്ട് പറഞ്ഞു. പുഷ്പരാജ് ബ്രീഫ് കേസ് കപ്പ് ബോർഡിൽ വെച്ചു. ഒരു ദീർഘയാത്ര കഴിഞ്ഞ ക്ഷീണം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. തണുത്ത വെള്ളം കുറെ അകത്താക്കിയപ്പോൾ അദ്ദേഹം ഒന്ന് നിശ്വസിച്ചു. ഇന്ന് നീ എവിടെയായിരുന്നു? പുഷ്പരാജ് ചോദിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം അവൾ വിശദീകരിച്ചു. അത് ശരി, നീ വയോധികനായ ഒരു മനുഷ്യനെ കണ്ടു ഇല്ലേ? ആ മനുഷ്യൻ ആരെന്ന് നിനക്ക് പറയുവാൻ കഴിയുമോ? മറ്റൊന്നും തന്നെ എനിക്കറിഞ്ഞുകൂടാ, അവൾ പറഞ്ഞു. നീ ആ മനുഷ്യനെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ഹോട്ടലിലെ ദിനേശ് ലാലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. അപൂർവമായ പല സിദ്ധികളും ഉള്ള ഒരാളാണെന്ന് പറഞ്ഞു. എന്തുദ്ദേശത്തോടെയാണ് നീ അയാളെ കാണുവാൻ പോയത്? പുഷ്പരാജ് തിരക്കി. ഒരു വലിയ ഹോട്ടലിൽ വെച്ചാണ് യോഗിയെ പരിചയപ്പെട്ടത്. അയാൾ എന്നെ ഗൾഫിലേക്ക് വിടാമെന്ന് പറഞ്ഞു. ഇന്നും ഞാൻ ആ മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ്, അവൾ പറഞ്ഞു. അയാൾ എവിടാണെന്നറിയാമോ? അറിഞ്ഞുകൂടാ. പിന്നെ അയാളെ കാണാറുണ്ടായിരുന്നോ? 2 തവണ. അയാളുടെ സ്വഭാവം സ്ത്രീകളെ ഇഷ്ടമാണ്, അവൾ യാതൊരു ഭാവഭേദവുമില്ലാതെ പറഞ്ഞു. ഈ അവസരത്തിൽ വാതിലിൽ ആരോ മുട്ടി. നീ ബാത്റൂമിൽ കയറിക്കൊള്ളൂ. പുഷ്പരാജ് വാതിലിനടുത്തേക്ക് നടന്നു. അധ്യായം 12. അദ്ദേഹം വാതിലിന്റെ തഴുതെടുത്തു. പെട്ടെന്ന് ഒരു വശത്തേക്ക് പുഷ്പരാജ് മാറി. ഒരു റിവോൾവറിന്റെ അഗ്രമാണ് ആദ്യം കണ്ടത്. അനങ്ങിപ്പോകരുത്, പരുഷമായൊരു ശബ്ദം അദ്ദേഹം കേട്ടു. റിവോൾവർ പിടിച്ചിരുന്ന മനുഷ്യൻ അകത്തേക്കു കയറി. ഡിറ്റക്റ്റീവ് പുഷ്പരാജിന്റെ വലതുകരം ഒരു കൂടം പോലെ റിവോൾവർ പിടിച്ചിരുന്ന കയ്യിൽ ആഞ്ഞു പതിച്ചു. ഒരു വെടിശബ്ദത്തോടെ റിവോൾവർ തെറിച്ചു വീണു. അയാൾ തിരിഞ്ഞയുടനെ പുഷ്പരാജിന്റെ അടുത്ത പ്രഹരം അയാളുടെ ശരീരത്തിൽ പതിഞ്ഞു. അയാൾ നിലം പതിച്ചു. പക്ഷേ ഒരഭ്യാസിയെപ്പോലെ അയാൾ ചാടി എണീറ്റു. പുഷ്പരാജിന്റെ ബൂട്ടിട്ട കാൽ അയാളുടെ താടിയെല്ലിൽ പതിഞ്ഞു. അയാൾ അവശനായി. അദ്ദേഹം അയാളെ കടന്നു പിടിച്ചു. കരങ്ങൾ പിന്നിലേക്കായി പോക്കറ്റിൽ നിന്നും എപ്പോഴും കരുതി വയ്ക്കാറുള്ള ചണച്ചരട് കൊണ്ട് ബന്ധിച്ചു. സോഫയിൽ അയാളെ ചാരിയിരുത്തി. കപ്ബോർഡ് തുറന്ന് അതിനുള്ളിൽ നിന്ന് വിസ്കി എടുത്ത് ഒരു ഗ്ലാസ്സിൽ പകർന്ന് അയാൾക്ക് കുടിക്കുവാൻ കൊടുത്തു. ഒരിറക്കിന് അയാൾ ഗ്ലാസ് കാലിയാക്കി. നിങ്ങൾ കാണിച്ചത് വളരെ അവിവേകമായി പോയി. താഴെ വീണുകിടന്നിരുന്ന റിവോൾവർ കയ്യിലെടുത്ത് അതിലുള്ള തിരകൾ എണ്ണി നോക്കിക്കൊണ്ട് അദ്ദേഹം പിറുപിറുത്തു. അതിൽ 5 എണ്ണം ബാക്കിയുണ്ടായിരുന്നു. അയാൾ മൗനമായി പുഷ്പരാജിനെ നോക്കിയിരുന്നു. നിങ്ങൾ ആരാണ്? അദ്ദേഹം അയാളുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അയാൾ മറുപടി നൽകിയില്ല. നിങ്ങൾ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. പുഷ്പരാജ് അയാളുടെ മുന്നിൽ കിടന്ന ടീപ്പോയിൽ വലതുകാൽ ഉയർത്തി വച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ മുറി തെറ്റി വന്നതാണ്, അയാൾ സാവധാനം പറഞ്ഞു. മുറി തെറ്റിപ്പോയെങ്കിൽ റിവോൾവറും കൊണ്ടാണോ കയറി വരുന്നത്? അദ്ദേഹം ചോദിച്ചു. എനിക്ക് അല്പം തണുത്ത വെള്ളം വേണം, അയാൾ ആവശ്യപ്പെട്ടു. പുഷ്പരാജ് ഹോട്ടൽ ബോയിയെ വിളിക്കുവാൻ ഫോൺ എടുത്തു. ഈ മുറിയിൽ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നുവോ? പുഷ്പരാജ് ചോദിച്ചു. നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആരെയാണ്? ഒരു സ്ത്രീയെ. അവരെ കാണുന്നത് എന്തിനാണ്? അവരോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. അതിന് തോക്കുമായിട്ടാണോ കയറി വരുന്നത്? അയാൾ വീണ്ടും നിശബ്ദനായി. നിങ്ങൾ ആ സ്ത്രീയെ വധിക്കുവാൻ വന്നതാണോ? അല്ല. പിന്നെ? അവൾ ഓടിപ്പോന്നതാണ്. എവിടെ നിന്ന്? അതെനിക്ക് അറിഞ്ഞുകൂടാ. അവളെ കാണണമെന്ന് എനിക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. ആര്? അതെനിക്ക് അറിഞ്ഞുകൂടാ സർ. നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ആരോ നിർദ്ദേശിച്ചതായി നിങ്ങൾ തന്നെ പറയുന്നു. പക്ഷെ അതാരാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. വളരെ വിചിത്രമായിരിക്കുന്നു. പുഷ്പരാജ് തഴുതിടാത്ത വാതിൽക്കലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാണ് സർ. ഈ സമയം ഹോട്ടൽ ബോയ് തണുത്ത വെള്ളവുമായി കയറി വന്നു. അവൻ ട്രേ ടീപ്പോയിൽ വച്ച ശേഷം പുറത്തേക്ക് പോയി.
പുഷ്പരാജ് ഗ്ലാസ് കയ്യിലെടുത്ത് അതിൽ കുറേ സമയം സൂക്ഷിച്ചു നോക്കിയ ശേഷം വാഷ് ബേസിനിൽ ഒഴിച്ചു കളഞ്ഞു. അതിൽ ശേഷിച്ചിരുന്ന അല്പം വെള്ളം കബോർഡിൽ നിന്ന് ഒരൊഴിഞ്ഞ കുപ്പിയെടുത്ത് അതിൽ പകർന്നു സൂക്ഷിച്ചു. എന്താണ് ചെയ്തത്? അയാൾ ചോദിച്ചു. അതെനിക്ക് സംശയം തോന്നിയിട്ടാണ്. നിങ്ങൾക്ക് വെള്ളം ആവശ്യമില്ലായിരുന്നു. വെറുതെ ചോദിച്ചതാണ്. മാത്രമല്ല, ആ ഹോട്ടൽ ബോയിയെ ഞാൻ ആദ്യം കാണുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അയാൾ വല്ല വിഷവുമാണ് തന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കായിരിക്കുമല്ലോ. പെട്ടെന്ന് പുഷ്പരാജിന്റെ ശിരസിൽ ശക്തിയോടെ ഒരടി കൊണ്ടു. അദ്ദേഹം കമിഴ്ന്ന് തറയിൽ വീണു. പിന്നീട് അദ്ദേഹത്തിനൊന്നും ഓർമ്മയില്ലായിരുന്നു. ഉണർന്നപ്പോൾ അദ്ദേഹം സോഫയിൽ കിടക്കുകയായിരുന്നു. മോഹിനി കസേരയിലിരുന്ന് ഒരു പത്രം വായിക്കുന്നു. പുഷ്പരാജ് വലത് കൈകൊണ്ട് ശിരസിൽ തടവി നോക്കി. ബാൻഡേജ് ഉണ്ട്. ഇതെങ്ങനെ? അദ്ദേഹം ചോദിച്ചു. അറിഞ്ഞുകൂടാ. ഇന്നലെ രാത്രി ഞാൻ 2 തവണ ഫോൺ ചെയ്തു. അതിനുശേഷം റിസപ്ഷനിസ്റ്റിന് ഫോൺ ചെയ്തു. പക്ഷേ മുറി പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. അതുകൊണ്ട് ഒരു വിവരവും അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചില വിവരങ്ങൾ അറിഞ്ഞു. അപ്പോൾ സമയം എത്രയായി കാണും? രാത്രി 2:10. ഈ സമയം അവർ രക്ഷപ്പെട്ടിരിക്കാം. തന്നെ മാരകമായി പരിക്കേൽപ്പിച്ചത് ആരായിരിക്കണം? അയാൾ ബന്ധിതനായിരുന്നു. അയാൾ സോഫയിൽ നിന്ന് എണീറ്റിട്ടില്ലായിരുന്നു. അതിന് അയാൾക്ക് സാധ്യവുമല്ലായിരുന്നു. അപ്പോൾ ആരായിരിക്കും അത് ചെയ്തത്? ഒരു ചോദ്യചിഹ്നം അദ്ദേഹത്തിന്റെ മുന്നിൽ ഉയർന്നു വന്നു. ഡാലിയ. അവൾ അത് ചെയ്യുമോ? എങ്ങനെയെങ്കിലും അവൾക്ക് രക്ഷപ്പെട്ടാൽ മതിയെന്ന് തന്നോട് അവൾ ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് അവളെ തെരയുന്നുണ്ടെന്ന് അവൾക്ക് നന്നായി ബോധ്യമുണ്ടായിരുന്നു. ആ നിലയ്ക്ക് അവൾ അതിന് തയ്യാറാവുമോ? പുഷ്പരാജ് നടന്നതൊക്കെ മോഹിനിയെ അറിയിച്ചു. അത് അവൾ തന്നെ ചെയ്തതായിരിക്കും. മോഹിനി അഭിപ്രായപ്പെട്ടു. സ്വമനസാലെ അവളത് ചെയ്തിരിക്കുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, പുഷ്പരാജ് പറഞ്ഞു. എന്തുകൊണ്ട്? അവൾക്ക് ആജ്ഞാകരങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായി. പിന്നെ എങ്ങനെ അവൾക്ക് ഇത് ചെയ്യുവാൻ തോന്നിയെന്നാണ് ഞാൻ കരുതുന്നത്. പുഷ്പരാജ് ശിരസിലെ ബാൻഡേജിന് മുകളിൽ തടവുന്നുണ്ടായിരുന്നു. അവളെ നേരിൽ കണ്ടാൽ അറിയാം, മോഹിനി മന്ത്രിച്ചു. അതെങ്ങനെ കഴിയും? അവൾ താങ്കളുടെ തലയിൽ കസേരയെടുത്തടിച്ച ശേഷം അയാളെ മോചിപ്പിച്ചു. ഉടൻ തന്നെ അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഡാലിയ അതിനുശേഷമാണ് പോയിരിക്കുന്നത്. അവളുടെ എന്തെങ്കിലും ഇവിടെ ശേഷിച്ചിട്ടുണ്ടോ? ഞാൻ പരിശോധിച്ചു. അവൾ ബാഗ് കൊണ്ടുപോയിട്ടുണ്ട്. കൂടാതെ താങ്കളുടെ മിനി ക്യാമറയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളുടെ ഫോട്ടോകൾ താങ്കൾ എടുത്തു കാണുമെന്ന് അവൾ സംശയിച്ചിട്ടുണ്ട്. അതു സാരമില്ല. ഞാൻ ഫിലിം നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്. അവളെ കണ്ടുപിടിക്കുവാൻ അത് ധാരാളം മതിയാവും. ആ വന്ന മനുഷ്യൻ അവളെ തട്ടിക്കൊണ്ടു പോയിരിക്കുവാൻ വഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളെ കണ്ടുകിട്ടുവാൻ ബുദ്ധിമുട്ടാണ്, മോഹിനി പറഞ്ഞു. പക്ഷെ ഒരു കാര്യം എനിക്ക് നിശ്ചയമുണ്ട്. അവളുടെ കയ്യിൽ റിവോൾവർ ഉണ്ട്. അയാൾ അശക്തനുമായിരുന്നു. രക്ഷപ്പെടണമെങ്കിൽ അവൾക്ക് കഴിയും. അതിനു മുമ്പായി അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചെങ്കിലേ ഉള്ളൂ. നിങ്ങളുടെ നാടകം എങ്ങനെയിരുന്നു? അത് വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഈ സംഭവങ്ങളുടെ ഉത്ഭവസ്ഥാനം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞു. താങ്കൾ ഉറങ്ങിക്കോളൂ. മോഹിനി പുഷ്പരാജിന് മയങ്ങുവാനുള്ള ഒരു ടാബ്ലറ്റ് കൊടുത്തു. മോഹിനി അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് 1 മണിക്കൂർ സമയമിരുന്നു. അതിനുശേഷം അവളും മയക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ ഹോട്ടൽ ബോയ് ഫോൺ ചെയ്തപ്പോഴാണ് അവൾ ഉണർന്നത്. പുഷ്പരാജിനെ അവൾ ഉണർത്തി. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം, അവൾ നിർബന്ധിച്ചു. അവർ ഡോക്ടർ വിശ്വദേവിന്റെ ബംഗ്ലാവിലെത്തി. 2 തവണ ചീഫ് താങ്കളെ അന്വേഷിച്ചു, ഡോക്ടർ വിശ്വദേവ് പറഞ്ഞു. എപ്പോഴാണ്? രാവിലെ 6 മണിക്കും 6:30-നും. താങ്കളെ ഉടൻ തന്നെ കാണണമെന്നു പറഞ്ഞു. മോഹിനി പുഷ്പരാജിന്റെ ശിരസിലുള്ള ബാൻഡേജിലൂടെ കണ്ണോടിച്ചു. ഈ സമയം വീണ്ടും ഫോൺ ബെൽ മുഴങ്ങി. അടുത്ത ഭാഗം നാളെ.